ഒരു നിമിഷം നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചാലോ? മനുഷ്യർ തമ്മിലുള്ള ബന്ധം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളുടെയെല്ലാം ആഴത്തിലുള്ളൊരു കഥയാണ് സകാത്ത്. ഇതൊരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു പാലമാണ്. നമുക്കൊന്ന് ആ പാലത്തിലൂടെ പതിയെ മടന്നു നോക്കിയാലോ? നമ്മുടെ ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് ഒരു മരച്ചുവട്ടിൽ നിന്നാണ്. ആ മരം നമ്മളോട് എന്തോ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. എന്നിട്ട് പതിയെ ഈ ആശയത്തിന്റെ വേരുകൾ എത്ര ആഴത്തിലാണെന്നും അത് സമൂഹത്തിന് നൽകുന്ന തണൽ എത്ര വലുതാണെന്നും മനുഷ്യരുടെ മനസ്സിൽ അത് വിരിയിക്കുന്ന പൂക്കൾ എത്ര മനോഹരമാണെന്നും നമുക്ക് കാണാം. ഒന്ന് കണ്ണടച്ച് സങ്കൽപ്പിക്കാമോ? നിറയെ പഴങ്ങളുമായി തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ മരം. അതിന്റെ വേരുകൾ ഭൂമിയുടെ സ്നേഹം മുഴുവൻ വലിച്ചെടുക്കുന്നു. ആ സ്നേഹം മുഴുവൻ ഇലകളിലും കായ്കളിലുമായി നിറച്ച് തന്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കുമായി പങ്കുവയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നോക്കൂ, ഈ മരം ശരിക്കും പ്രകൃതിയുടെ ഒരു ഹൃദയം പോലെയാണ്, അല്ലേ? തനിക്ക് കിട്ടുന്നത് ഒന്നും അത് പിടിച്ചുവെക്കുന്നില്ല. എല്ലാം അത് തിരികെ നൽകുകയാണ്. ഈ ഒരു ലളിതമായ സ്നേഹം, ഈ ഒരു പങ്കുവയ്ക്കൽ നമ്മുടെയൊക്കെ സമൂഹത്തിലും സാധ്യമായാൽ എങ്ങനെയുണ്ടാകും? അതെ, പ്രകൃതിയുടെ ഈ പങ്കുവയ്ക്കലിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് സകാത്ത്. അതൊരിക്കലും ഒരു കണക്കല്ല കേട്ടോ, മറിച്ച് പ്രകൃതിയുടെ ഈ നിസ്വാർത്ഥമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താനുള്ളൊരു വഴിയാണ്. ശരിക്കും എന്താണ് ഈ കരുതലിന് പിന്നിലുള്ള ചിന്ത? നമുക്ക് കൂടുതൽ അടുത്തറിയാം. അപ്പോ എന്താണ് സക്കാത്തിനെ ഇത്രയേറെ സവിശേഷമാക്കുന്നത്? വെറുമൊരു സഹായം എന്നതിലുപരി അതിനെ ഇത്രയും ആഴത്തിലുള്ള ഒരു ബന്ധമാക്കി മാറ്റുന്നത് എന്തായിരിക്കും? ഇതിലാണ് ആ പ്രധാനപ്പെട്ട വ്യത്യാസം കിടക്കുന്നത്. സക്കാത്ത് ഒരു ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും തുല്യരായി മാറുന്ന ഒരു നിമിഷമാണത്. അവിടെ സഹതാപത്തിനല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിനാണ് സ്ഥാനം. കണ്ടില്ലേ, ഈ ഒരൊറ്റ ആശയം 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. 2, കെട്ടിനിൽക്കുന്ന വെള്ളം പോലെ ആവാതെ സമ്പത്ത് എല്ലാവരിലേക്കും ഒരു പുഴ പോലെ ഒഴുകിയെത്തുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി, അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നു. ഒരു തുള്ളി വെള്ളം ഒരു പുഴയായി മാറുന്നതുപോലെ ഈ ഒരു ചെറിയ പ്രവൃത്തി ഒരു സമൂഹത്തെ മുഴുവൻ എങ്ങനെയാവും മാറ്റുന്നുണ്ടാവുക? എന്തായിരിക്കും അതിന്റെ വലിയ സ്വപ്നം? ഇതൊരു മനോഹരമായ യാത്രയാണല്ലേ. ആദ്യം വീണുപോയവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പിന്നെ അവർക്ക് തനിച്ചു നിൽക്കാൻ വേണ്ട കരുത്തുകൊടുക്കുന്നു. ഒടുവിലോ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നല്ല സമൂഹം. അതാണ് ലക്ഷ്യം. പക്ഷേ ഈ കണക്കുകൾക്കും നിയമങ്ങൾക്കും ഒക്കെ അപ്പുറം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത് എന്തു മാറ്റമായിരിക്കും വരുത്തുന്നത്? ആ ആഴത്തിലുള്ള ബന്ധത്തിന്റെ പേരെന്താണ്? ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇതൊരു നികുതിയല്ല, മനുഷ്യരെ തമ്മിൽ കോർത്തിണയ്ക്കുന്ന ഒരു സ്നേഹപാലമാണ്. ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുന്നതിനു പകരം താങ്ങും തണലുമായി മാറുന്ന ഒരു ലോകം. അതാണ് സങ്കല്പം. ഒന്നാലോചിച്ചു നോക്കൂ. സ്വാർത്ഥതയുടെ ലോകം മനുഷ്യനെ ചങ്ങലകളിൽ ബന്ധിച്ച് താഴേക്ക് വലിക്കുകയാണ്. എന്നാൽ പങ്കുവെക്കലിന്റെ ഈ വഴി അവരെ വേരുകളിൽ നിന്ന് ചിറകുകളിലേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവസാനം നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഇത് മനുഷ്യർ തമ്മിലുള്ള ഒരു ബന്ധം മാത്രമല്ല. തന്റെ കയ്യിലുള്ളത് സമൂഹത്തിലേക്ക് ഒഴുക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ സ്രഷ്ടാവുമായി കൂടുതൽ അടുക്കുകയാണ്. ആ ഒഴുക്കിലാണ് ഒരുപക്ഷെ ജീവിതം പൂർണ്ണമാകുന്നത്. ഈ ഒരു ചോദ്യം ഞാനിവിടെ ബാക്കിവെക്കുകയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കെന്താണ് തിരികെ കിട്ടുന്നത്? ഒരുപക്ഷേ നമുക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടുപോയ എന്തോ ഒന്ന് നമ്മൾ തിരികെ നേടുകയായിരിക്കും, അല്ലേ? ഈ യാത്രയിൽ എന്റെ കൂടെയുണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി.